എന്നിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓറ്റിക്ക് ഓടിക്കണം. കണ്ടിട്ട് വരാം. ഓട്ടിലോട്ട് അതിനിപ്പോ പോണ്ട. എന്താണ് മൊയ്തീനെ ഞാൻ ഓട്ടിട്ട് പോയത്? അളിയനെ ആഭരണം എടുക്കാൻ ഓട്ടി അല്ല സോറി മൊയ്തീനെ. അതെന്താണ് മൊയ്തീനെ ഞാൻ ഓട്ടിയെടുത്ത് പോയാലേ? അളിയ അന്നില്ലേ നമ്മളെ ബ്രദേഴ്സിനെ അവന്മാര് ഓടിച്ചു വിട്ടു. ബ്രദേഴ്സിനെ അറിയില്ലേ? നമ്മുടെ കാരണത്തുള്ള ബ്രദേഴ്സ് അവന്മാർക്ക് അത് തന്നെ വേണം. മൊയ്തീനെ ഞാൻ എന്തായാലും ഓട്ടിനെ കണ്ടിട്ട് വരാം. അതെ, ആദ്യം നിങ്ങൾ ഇവിടെ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യാം, ഓറ്റി ചെയ്യിപ്പിക്കുക. അത് ഓറ്റി അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കും. ഇപ്പൊ കേട്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തോരൊക്കെ വെച്ചിട്ടാണ് ഈ ഓറ്റി ഡിസ്കസ് ചെയ്തതെന്നാണ്. ഈ അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ അറിയാം. അങ്ങനെ അപ്രൂവ് ആയ പിന്നൊരു നറുക്കെടുപ്പാണ്. ആ നറുക്കെടുപ്പില് നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുള്ളത് അവര് തീരുമാനിക്കും. ഈ 2 കടമ്പയും കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റൂ. ഈ കടമ്പകളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പിള്ളേരെ കൊയ്ത്തുപാട്ട് വഞ്ചിപ്പാട്ടൊക്കെ പഠിപ്പിച്ചിവിടെ നിർത്തിക്കണം. നിങ്ങൾ ഒന്ന് ഇറങ്ങി പോയിട്ട് വേണം ഇവർക്കൊന്ന് കളിക്കാൻ. ഇതാണ് നമ്മുടെ അവാർഡ് തട്ടിയെടുക്കാൻ വന്ന പിള്ളേര്. കുട്ടികളൊക്കെ റെഡിയാണ്. നിങ്ങൾ അങ്ങോട്ട് മക്കള് നിങ്ങൾ റെഡിയല്ലേ പരിപാടി അവതരിപ്പിക്കാൻ? റെഡിയല്ലേ? അപ്പൊ ഈ കൊച്ചു വലിയ കലാകാരന്മാർക്ക് വലിയൊരു കൈഡി കൊടുക്കാം. ഒരു കാര്യം, നിങ്ങൾ പുള്ളിക്ക് എന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം ഇതൊന്ന് അപ്രൂവ് ആയി കിട്ടാൻ. ഓക്കെ? ചില്ലറയിലൊതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വല്പം കനത്തി കൊടുക്കേണ്ടി വരും. എന്തായാലും ചെന്ന് കയറിക്കൊള്ളു. നമ്മുടെ പിള്ളേരോട് റെഡിയായിട്ട് നിൽക്കാണ്. ഓക്കെ. അതെ, ഒരു ന്യൂസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓറ്റി അപ്രൂവ് ചെയ്തു. അതും ഗ്രാൻഡ് ഫിനാലയില്. അതും 5 സെക്കൻഡ് സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലേ? ഇവന്റെ അമ്മയുടെ തൊട്ടടുത്ത് വീട് എന്റെ വീടെന്ന് എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. 5 സെക്കൻഡ് അത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെന്നല്ലേ പണ്ട് ഓട്ടി കൊണ്ടിട്ടുള്ളത്. ശരി, നിങ്ങൾ ആ സൈഡിലേക്ക് മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി അവതരിപ്പിക്കാതെ ഒന്ന് പോകും. എല്ലാം റെഡിയല്ലേ? ഞങ്ങളെ ജനറേഷൻ പാട്ടുകൾ കേൾക്കുന്നത് ഈ പഴയ ജനറേഷൻ പാട്ടുകൾ പുതിയ പാട്ടുകളാണ് കേട്ടിട്ടില്ലേ? മോണിക്ക മോണിക്ക കണ്ടോ? കാര്യം ഡാൻസിന്നല്ല കഴിഞ്ഞിട്ടോ? അതൊന്നും ഇല്ല. കിച്ച് കിച്ചുമ്മ കിച്ച് കിച്ചുമ്മ കണ്ടോ? വെറുതെ അതെ, അത് കുലുങ്ങുന്ന വയറ്റിലെ വെള്ളം കുലുക്കുന്ന സൗണ്ടാണ് കേട്ടത്. നിങ്ങൾക്ക് പഴയ പാട്ട് വേണം, നിങ്ങൾക്ക് പുതിയ പാട്ട് വേണം, അത്രയല്ലേ ഉള്ളൂ. പഴയതും പുതിയതും എല്ലാം മിക്സ് ചെയ്ത് ഒരു നല്ല തട്ടുപൊളിപ്പൻ ഡാൻസ് പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ടീമോട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ആ സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി തുടങ്ങാമോ? പഴയ പാട്ടുകളുണ്ട്, പുതിയ പാട്ടുകളുണ്ട്. ആയിരത്തി